3 വർഷത്തിലേറെയായി ജയിലിൽ കഴിയുന്ന മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാനെ ഇസ്ലാമാബാദിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. ഇമ്രാന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ഷിഫ ഇന്റർനാഷണൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഉടൻ മാറ്റാൻ ഉത്തരവ് വന്നത്. ജയിലിൽ അദ്ദേഹം മരണക്കിടക്കയിലാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും ആശങ്കകളും ശക്തമാകുന്നതിനിടയിലാണ് സർക്കാരിന്റെ എതിർപ്പുകൾ തള്ളി സുപ്രീം കോടതിയുടെ നിർണായക നടപടി. 48 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാനും സെപ്റ്റംബർ 16 വരെ അവിടെ ചികിത്സയിൽ തുടരാനും കോടതി നിർദ്ദേശിച്ചു. ഇമ്രാൻഖാന്റെ സ്വകാര്യ ഡോക്ടറും സഹോദരി ഡോക്ടർ അലീമ ഖാനും ഉൾപ്പെടുന്ന പ്രത്യേക മെഡിക്കൽ ബോർഡായിരിക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യം പരിശോധിക്കുക. ഇമ്രാൻഖാന് കുടുംബാംഗങ്ങളെ കാണാനും UK-യിലുള്ള മക്കളോട് ഫോണിൽ സംസാരിക്കാനും കോടതി അനുമതി നൽകിയിട്ടുണ്ട്. അടിയാല ജയിലിൽ അധികൃതർ ഇമ്രാൻഖാന്റെ ആരോഗ്യം തൃപ്തികരമാണെന്ന് അവകാശപ്പെട്ടതിന് തൊട്ടുപിറ്റേന്നാണ് കോടതി ഉത്തരവ് വന്നത്. ഇമ്രാൻഖാന്റെ കാഴ്ചശക്തി മെച്ചപ്പെട്ടതായി ജയിൽ അധികൃതർ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ വലതുകണ്ണിന്റെ കാഴ്ചശക്തി 85% നഷ്ടപ്പെട്ടതായി അഭിഭാഷകർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കോടതിയിൽ സമർപ്പിച്ച മെഡിക്കൽ റിപ്പോർട്ടുകൾ പ്രകാരം രക്തസമ്മർദ്ദത്തിലെ വലിയ വ്യതിയാനങ്ങൾ, നെഞ്ചിടിപ്പ്, കടുത്ത മാനസിക സമ്മർദ്ദം എന്നിവ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ രക്തസമ്മർദ്ദം 140/80 പൾസിനക്ക് 54 BPM-മായി രേഖപ്പെടുത്തി. കഴിഞ്ഞ 8 മാസമായി ഇമ്രാൻഖാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തിയ അവസ്ഥയിലാണെന്ന് പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടിയും ആരോപിക്കുന്നു. വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് അദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നതെന്നും മാനസികമായി പീഡിപ്പിക്കുന്നുണ്ടെന്നും സഹോദരി ഉസ്മ ഖാനും UK-യിലുള്ള മക്കളായ കാസിം, സുലൈമാൻ എന്നിവരും വെളിപ്പെടുത്തിയിരുന്നു. 2018-ൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാനെ 2022-ൽ അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് പുറത്താക്കിയത്. 2023 മെയ് 9-ന് ആദ്യമായി അറസ്റ്റിലായതിനെ തുടർന്ന് പാകിസ്ഥാനിൽ വ്യാപക അക്രമ സംഭവങ്ങളൊക്കെ അരങ്ങേറിയിരുന്നു. തുടർന്ന് 2023 ഓഗസ്റ്റ് 5-ന് തോഷഖാന കേസ് അഥവാ ഔദ്യോഗിക സമ്മാനങ്ങൾ അനധികൃതമായി വിറ്റഴിച്ചു എന്ന കേസ് ഉൾപ്പെടെയുള്ള അഴിമതി കേസുകൾ അദ്ദേഹം വീണ്ടും അറസ്റ്റിലാവുകയായിരുന്നു. അറസ്റ്റിലായ ശേഷം ഇത്രയും നീണ്ട കാലയളവിൽ ഇമ്രാൻഖാൻ ജയിലിന് പുറത്തു വരുന്നത് ഇത് ആദ്യമാണ്. സെപ്റ്റംബർ 16-ന് കേസ് വീണ്ടും പരിഗണിക്കുന്നത് വരെ അദ്ദേഹം ആശുപത്രിയിൽ തുടരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇമ്രാൻഖാന്റെ ആരോഗ്യനിലയിലുള്ള ആശങ്ക തുടങ്ങിയിട്ട് കഴിഞ്ഞു കുറച്ചധികം നാളുകളായി. അദ്ദേഹം മരണാസന്നനാണെന്നും മരണപ്പെട്ടു എന്നതടക്കമുള്ള വലിയ വാർത്തകൾ വന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടാവുന്നത്. പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് അടക്കമുള്ള പാർട്ടി അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെന്നും മാനസികവും ശാരീരികമായ രീതിയിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന അടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരി ഉസ്മ ഖാൻ, UK-യിലുള്ള മക്കൾ ഒക്കെ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ഇമ്രാൻഖാൻ്റെ ആരോഗ്യനില സംരക്ഷിക്കാൻ വേണ്ടി അടിയന്തരമായി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നിർണായക ഉത്തരവുമായി പാകിസ്ഥാൻ സുപ്രീം കോടതി എത്തുന്നത്. എന്തായാലും പാകിസ്ഥാനിൽ വ്യാപക അക്രമ സംഭവങ്ങളൊക്കെ അരങ്ങേറിയിരുന്നു അദ്ദേഹത്തിന് അറസ്റ്റിലായതിനെ തുടർന്ന്. മാത്രമല്ല വരുന്ന മാസത്തിൽ ഇമ്രാൻഖാന് വേണ്ടി വലിയ രീതിയിലുള്ള മാർച്ച് അടക്കം നടത്താനുള്ള ആസൂത്രണങ്ങൾ നടന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടാവുന്നത്.